അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില വർദ്ധിക്കുമ്പോഴും അതിന്റെ പ്രയോജനം ലഭിക്കാതെ സംസ്ഥാനത്തെ റബ്ബർ കർഷകർ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലെയും റബ്ബർ വില വ്യതിയാനമാണ് സംസ്ഥാനത്തെ കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. പ്രശ്നം പരിഹരിക്കാൻ രാജ്യത്ത് റബ്ബർ വില ഏകീകരിക്കണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ 1 കിലോ റബ്ബറിന് 160 രൂപയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 154 രൂപയുമാണ് വില. വിലക്കുറവുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയി റബ്ബർ കമ്പനികൾ വൻതോതിൽ റബ്ബർ വാങ്ങിക്കൂട്ടുകയാണ്. സംസ്ഥാനത്തെ റബ്ബർ വിപണിയിൽ ഇത് വലിയ ഇടിവാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ റബ്ബറിന്റെ വില ഏകീകരിക്കാൻ റബ്ബർ ബോർഡ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. റബ്ബർ ബോർഡിന്റെ തെറ്റായ നയങ്ങളാണ് ഇവിടുത്തെ വൻകിട ടയർ കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികളാണ് അവർ തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബർ ബോർഡിൻ്റെ വില നിർണ്ണയിക്കുന്ന കാര്യത്തിൽ അവർ ഇന്ത്യയിൽ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. കേരളത്തിൽ 160 രൂപ 1 കിലോ ഷീറ്റിന് വില പ്രഖ്യാപിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ആസാമിൽ ഉൾപ്പെടെ 152 മുതൽ 154 രൂപ വരെയാണ് അവർ വില പ്രഖ്യാപിക്കുന്നത്. ഇതുമൂലം കേരളത്തിലെ ഉൾപ്പെടെയുള്ള വൻകിട കച്ചവടക്കാർ അത്തരം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വലിയ തോതിൽ ഷീറ്റ് സംഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. LDF സർക്കാരിന്റെ നയങ്ങൾ മൂലം കർഷകർക്ക് ആശ്വാസമായ റബ്ബർ വിലസ്ഥിരതാ പദ്ധതിയും പ്രതിസന്ധിയിലാണ്. ബില്ലുകൾ അപ്ലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് കർഷകർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.